ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പടനിലൊക്കെ കഴിഞ്ഞിട്ട് ആരാമ്പ്രം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആരാമ്പ്രത്താണുള്ളത്. ഇവിടെ വന്നത് സക്കീനാനെ കാണാനാണ്. സക്കീനക്ക് പറ്റിയ നല്ല ഒരു വരനെ നമുക്ക് കണ്ടെത്തണം. സക്കീനക്ക് വലത് കൈക്ക് ഒരു സ്വാധീനക്കുറവ് എന്നൊന്നും പറയാൻ പറ്റില്ല, ഇങ്ങനെ ഒരു വളഞ്ഞ രൂപത്തിലാണ്. പക്ഷേ വെയിറ്റൊക്കെ എടുക്കാനൊക്കെ പറ്റും. പിന്നെ അതേപോലെ പഠനം തീരെയില്ല, സ്കൂളിലൊന്നും തീരെ പോയിക്കില്ല. അപ്പോൾ എഴുതാനും വായിക്കാനും തീരെ അവൾക്ക് അറിയില്ല. പിന്നെ സംസാരിക്കുമ്പോൾ ചെറിയൊരു വ്യക്തത കുറവുണ്ട്. ഇതൊക്കെയാണ് അവളുടെ ബുദ്ധിമുട്ട്. അവൾക്ക് പറ്റിയ നല്ലൊരു വരനെ കണ്ടെത്താൻ നിങ്ങളെല്ലാവരും മാക്സിമം കൂടെ നിൽക്കണം. ഈ കാണുന്നതാണ് സക്കീനാൻ്റെ വീട് കേട്ടോ. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അവരോട് ചോദിക്കാം, വാ. അപ്പോൾ ഇതാണ് സക്കീനാൻ്റെ ഉപ്പ. അസ്സലാമു അലൈക്കും. സുഖമല്ലേ? ഇക്കാൻ്റെ പേര്? എൻ്റെ പേര് അബു. അബു. സക്കീന ഉള്ളിലുണ്ട് കേട്ടോ. സക്കീന. അപ്പോൾ ഇതാണ് സക്കീന. അപ്പോൾ ഒക്കെ നടക്കാൻ അങ്ങനെ ബുദ്ധിമുട്ട് കാര്യമൊന്നുമില്ല. ഈ കൈ ഇങ്ങനെ ഒരു വളഞ്ഞ ആ രീതിയാണ് അല്ലേ? കൈ വേദന ഒന്നും ഇല്ലല്ലോ, ഭാരം എടുക്കാനൊന്നും ബുദ്ധിമുട്ടില്ലല്ലോ. എന്നാ ഇവിടെ ഇരുന്നോ ഉപ്പ, ഇവിടെ ഇരുന്ന് സംസാരിക്കാം. അപ്പോൾ ഉപ്പ, നിങ്ങൾക്ക് എത്ര മക്കളാ? എനിക്ക് രണ്ട് മക്കൾ. രണ്ട് മക്കള്, ഒരാണും പെണ്ണും. സക്കീനൊക്കെ എത്ര വയസ്സായി? 38 വയസ്സായി. കല്യാണ ആലോചനകൾ അങ്ങനെ നോക്കിയില്ലേനോ? നോക്കിയോ, പക്ഷെ ഒന്നും നമുക്ക് ഒരു ഇഷ്ടമുള്ള കിട്ടിയില്ല. അതിൽ ബുദ്ധിപരമായ വിഷയങ്ങളൊന്നും ഇല്ലല്ലോ? ബുദ്ധിപരമായ വിഷയങ്ങളൊന്നുമില്ല. ഈ കൈക്കുള്ള പ്രശ്നങ്ങളും പിന്നെ സംസാരിക്കാനുള്ള ഈ വിഷയവും. കേൾവിക്കുറവുണ്ടോ? കേൾവിക്കുറവില്ല, അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല. പിന്നെ സ്കൂളിൽ അന്നത്തെ സാഹചര്യം കൊണ്ട് സ്കൂളിൽ പോകാനുള്ള ഇതില്ലേന്, അങ്ങനത്തെ ഒരു ഇതുകൊണ്ട്. അല്ലാതെ പഠന വൈകല്യം കൊണ്ടൊന്നും ഒന്നുമല്ല. അല്ല. സെക്കിനൊക്കെ എഴുതാനും വായിക്കാനും തീരെ അറിയില്ല? അറിയോ? പേരൊക്കെ എഴുതാൻ അറിയോ? പറയാനേ അറിയും. എഴുതാൻ അങ്ങനെ അറിയില്ല. കാര്യങ്ങളൊക്കെ പറയുന്ന അങ്ങനെ പക്വതക്കുറവ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? സംസാരിക്കാൻ ലേശോ ശബ്ദം കൂടും സംസാരിക്കുമ്പോ. അതെ, ഇനി കിട്ടാണ്ട് പെട്ടെന്ന് കിട്ടുമ്പോ അങ്ങനെ സൗണ്ട് വലിയ സൗണ്ടായി പോകും. അപ്പൊ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടോ? ഓ, എല്ലാ പണിയും അരക്കലും തിരുമ്പലും ഭക്ഷണം ഉണ്ടാക്കലും ഒക്കെ. ഭക്ഷണമൊക്കെ ഉണ്ടാക്കും? ഓ, നല്ല രുചികരമായിട്ട് ഭക്ഷണം ഉണ്ടാക്കുള്ളൂ. ശരി. ഒറ്റക്ക് അങ്ങനെ യാത്ര ചെയ്യാറുണ്ടാവൂല അല്ലേ? ഇല്ല, ആരെങ്കിലും അപ്പുറം വേണം, എന്നാലേ പോവും. ശരി. അപ്പോൾ അതൊക്കെയാണ് സക്കീനാൻ്റെ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്. ഇവർ രണ്ട് മക്കളാണ്. അപ്പോൾ ആങ്ങളെ കല്യാണം കഴിച്ച വേറെ താമസം, കൂർത്തായിയാണ് താമസം. രണ്ട് മക്കളുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് വന്ന് നിൽക്കുന്ന ആൾ അങ്ങനെ ഒന്നും ഇല്ലല്ലോ? ഇങ്ങോട്ട് വന്ന് നിൽക്കുന്ന ആളെ കിട്ടണം. ഇങ്ങോട്ട് വന്ന് നിൽക്കുന്ന ആളെയാണ് വേണ്ടത്. നിൽക്കുന്ന ആള് അത്യാവശ്യം ഓളെ ഞങ്ങളെ കാലശേഷം കഴിഞ്ഞാലും ഓളെ നോക്കാൻ പറ്റിയൊരു ആളായിരിക്കണം. അതെ. കല്യാണം കഴിഞ്ഞ് അങ്ങനെ കൂട്ടിക്കൊണ്ടുവന്നത് നമ്മൾ തീരെ നോക്കുന്നില്ല അല്ലേ? നമുക്ക് ഇവിടേക്ക് പറ്റിയ ഒരാളെ കിട്ടിയെങ്കിൽ അതേനു ഞങ്ങൾക്കും താല്പര്യം. ഇപ്പൊ 38 വയസ്സാണല്ലോ ആയത്. നമുക്കൊരു എത്ര വയസ്സ് വരെയുള്ള ആലോചന പറ്റുമോ? നമുക്ക് നോക്കുമ്പോൾ 38 വയസ്സായി, ഒരു 40-42 ആ റേഞ്ചിലുള്ള ഒരാളെ കിട്ടുകയാണെങ്കിൽ മാക്സിമം ഒരു 42-45 വരെ പോവാം. 45 വരെ പോവാം. ദൂരം പ്രശ്നമുണ്ടോ? ദൂരം അല്ല, ഇങ്ങോട്ട് കിട്ടുക പിന്നെ ദൂരത്തിന് പ്രശ്നമില്ലല്ലോ. പ്രശ്നമില്ല, ഇങ്ങോട്ട് വരുന്നതുകൊണ്ട് ഏതായാലും നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു വയസ്സിനുള്ളിൽ എന്ന് പറഞ്ഞാൽ ഡിവോഴ്സ് ആയതും അല്ലെ ഭാര്യ മരിച്ചവരുമായിരിക്കും കൂടുതൽ ഉണ്ടാകുക. ആദ്യ വിവാഹം ചുരുക്കമായിരിക്കും. അപ്പം അങ്ങനെയുള്ള നമ്മൾ സ്വീകരിക്കുമല്ലേ? അങ്ങനെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ സ്വീകരിക്കാം. അപ്പോൾ നിലവിൽ ഭാര്യമാരുള്ള ആലോചനകൾ നമുക്ക് വേണ്ട. ഭാര്യ മരിച്ചതോ ഡിവോഴ്സ് ആയതൊക്കെ നമുക്ക് സ്വീകരിക്കാം. അതെ. അപ്പോൾ കുട്ടികളുള്ളത് നമ്മൾ നോക്കുക, അല്ലെങ്കിൽ ബാധ്യത ഇല്ലാത്തതാണ് നല്ലത്. ഇല്ലാത്തതാണ് നല്ലത്. പിന്നെ അതേപോലെ ചെറിയ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളാണെങ്കിൽ നമുക്ക് പറ്റുമോ? കുഴപ്പമൊന്നുമില്ല. അങ്ങനത്തെ ഓരോ ബുദ്ധിമുട്ടുള്ള ആളെ ആകരുതെന്നുള്ളൂ. കാരണം ഓളെ കൊണ്ട് നടക്കാനുള്ളൊരു ആരോഗ്യം വേണം. അങ്ങനത്തെ ഒരു ഇതാണ്. ജോലിക്ക് പോയിട്ട് ഓളെ നോക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം. പിന്നെ ഒക്കെ അവളുടെ കാര്യങ്ങളൊക്കെ കറക്റ്റ് മനസ്സിലാക്കിയിട്ട് വരുന്ന ഒരാളെ തന്നെയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ വീഡിയോയിൽ ചിലപ്പോൾ നിങ്ങൾക്കത് ബോധ്യപ്പെടുന്നത് എത്രത്തോളാണെന്ന് അറിയില്ല. അപ്പോൾ ഡയറക്റ്റ് അവരെ വിളിച്ചിട്ട് കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് 100% ഓക്കെ ആണെങ്കിൽ മാത്രമേ വരാവുള്ളൂ കേട്ടോ. പല ആളുകളും പല സ്ഥലത്തുനിന്ന് വിളിക്കും, നല്ലപോലെ അന്വേഷിക്കണം. കല്യാണത്തിന് ശേഷമുള്ള ഒരു കാര്യത്തിന് എനിക്ക് യാതൊരു വിധ ഉത്തരവാദിത്വം ഉണ്ടാവില്ല. നിങ്ങൾ തന്നെ അന്വേഷിച്ച് ചെയ്യണം കേട്ടോ. നമ്മൾ ഇന്നൊരാൾ ഇന്ന സ്ഥലത്തുണ്ട് എന്ന് അറിയിച്ച് അതുവഴി ആലോചന വരുത്തുക എന്നുള്ളൊരു രീതി മാത്രമാണ്
ബാക്കി നിങ്ങൾ തന്നെ ചെയ്യണം. ഇൻഷാ അല്ലാ നമുക്ക് എല്ലാവരും കൂടിയിട്ട് എത്രയും പെട്ടെന്ന് സക്കീനൻ്റെ കല്യാണം നടത്തണം. സക്കീന എന്താ പറയാനുള്ളത്? പറഞ്ഞോ, എങ്ങനെയുള്ള പിയാപ്പിളിനെ വേണ്ടേ? നല്ല പിയാപ്പിള വേണല്ലേ? അതെ, ഇൻഷാ അല്ലാ നല്ലൊരാൾ എത്രയും പെട്ടെന്ന് വരട്ടെ. അപ്പോൾ വേറൊന്നും പറയാനില്ലല്ലോ? വേറൊന്നും പറയാനില്ല. അപ്പോൾ ഇവര് 2 മക്കളാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ മൂത്തതല്ലേ സക്കീന? സക്കീനയാണ് മൂത്ത അല്ലേ? അവളെ മൂപ്പരെ കല്യാണമൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ മൂപ്പര് വേറെ താമസമാണ്. അപ്പോൾ ഇങ്ങോട്ട് വന്ന് നിൽക്കുന്ന ആളെ തന്നെയാണ് ഇവർ മെയിനായിട്ട് നോക്കുന്നത്. കെട്ടിച്ചേക്കാൻ അത്ര ഇതില്ല എന്നാണ്, പിന്നെ തീരെ നോക്കണ്ടല്ലോ അങ്ങോട്ട് കെട്ടിച്ചേക്കുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങോട്ട് വന്ന് നിൽക്കുന്ന ആളുകൊണ്ട് തന്നെ ദൂരം നമ്മൾ പ്രശ്നമല്ല. ദൂരം എത്ര ദൂരമാണെങ്കിലും ഒന്നും കുഴപ്പമില്ല. നോക്കിയിട്ട് നല്ല ആലോചനകൾ മുമ്പോട്ട് വരിക. പിന്നെ ദൂരം പ്രശ്നമില്ല എന്ന് പറയുമ്പോൾ ഒരുപാട് ദൂരത്തു നിന്നൊക്കെ വിളിക്കൂ. നിങ്ങൾക്ക് പോയിട്ട് അന്വേഷിച്ച് ഓരെ പറ്റി അറിയാൻ പറ്റുന്ന ഒരു ഇതുള്ളത് മാത്രമേ എടുക്കാവൂ. അതൊക്കെ അങ്ങ് ശരിയാവുമായിരിക്കും, നമുക്ക് നോക്കാമെന്ന് വിചാരിച്ച് എടുക്കരുത്. ഓലിക്ക് വേറെ കല്യാണം കഴിച്ചിക്കോ എന്നുള്ളത് മെയിനായിട്ട് നോക്കണം. അതെ, കാരണം 3ഉം 4ഉം കല്യാണം കഴിച്ച ആൾക്കാരൊക്കെ ഒരുപാട് ആൾക്കാർ നമ്മൾ ഇതിലിട്ട വീഡിയോയിലിട്ട കുട്ടികളെ കെട്ടിയിട്ട് വിഷയമായവർ വരെ ഉണ്ട്. കാരണം അതിൻ്റെയൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വീഡിയോ എടുത്തിട്ട് മാത്രം കാര്യമില്ല. ഒരു ആലോചന വരുമ്പോൾ അവരെ പറ്റി A to Z അറിയണം. വിവാഹങ്ങൾ ഒരുപാട് കഴിച്ചിട്ട് വിവാഹ തട്ടിപ്പുകാരനാണോ ഇവന്ന് അറിയാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട്. അത് നിങ്ങൾ തീർച്ചയായിട്ടും അന്വേഷിക്കണം. നമുക്കതൊന്നും അന്വേഷിക്കലോ അതൊന്നും പ്രാക്ടിക്കലായ കാര്യമില്ല എന്നറിയാലോ. കാരണം ഇത്രയും വീഡിയോസ് കാര്യം ചെയ്യുമ്പോൾ ഓരോ ആളുകളെ പറ്റി നമുക്ക് അന്വേഷിക്കാനാവില്ല. പക്ഷേ നിങ്ങൾക്ക് പറ്റും. നിങ്ങൾക്ക് ഈ ഒരു മോളുടെ കാര്യം മാത്രമല്ലേ ഉണ്ടാവും വീഡിയോ എടുക്കുന്നത്. ഇനി ആർക്കും അങ്ങനെയുള്ള ബുദ്ധിമോശങ്ങളൊന്നും വരരുത്. അതുകൊണ്ട് തന്നെ അന്വേഷിച്ചിട്ട് മാത്രം ചെയ്യുക. ഒരാളെ പറ്റി അന്വേഷിക്കാൻ പറ്റാത്ത ദൂരം കാര്യമാണ്, നിൽക്കണ്ട, പോട്ടെ, അതങ്ങ് ഒഴിവാക്കിയേക്ക്. അല്ലാണ്ട് നോക്കിയിട്ട് ചെയ്യുക. അതങ്ങ് റെഡിയാവുമായിരിക്കും എന്നൊന്ന് വിചാരിച്ചാലൊന്നും കാര്യമില്ല കേട്ടോ. അത് റെഡിയാവും അങ്ങനെ ഉറപ്പൊന്നും നമുക്ക് പറയാൻ പറ്റൂല. ഇൻഷാ അല്ലാ എത്രയും പെട്ടെന്ന് സക്കീനൻ്റെ കല്യാണം നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുകയാണ്. ഇത് കറക്റ്റ് കോഴിക്കോട് നിന്ന് ഒരു 15 കിലോമീറ്റർ ദൂരമാണ് ഇവിടത്തേക്ക് ഉള്ളത് കേട്ടോ. ആരാമ്പ്രം എന്നാണ് ഈ സ്ഥലത്തിൻ്റെ. അതെ, CM മക്കാം റോഡ് ആരാമ്പ്രത്ത്. അപ്പോൾ ബാക്കി ഇക്കാൻ്റെ നമ്പർ കാര്യമെല്ലാം കൊടുക്കുക. നിങ്ങൾ മാക്സിമം വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് ചെയ്യാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ നിർത്തുകയാണ്. സക്കീന വേറൊന്നും പറയാനില്ലല്ലോ? അവള് പറയുന്നതൊക്കെ നമുക്ക് മനസ്സിലാവും, പക്ഷെ കുറച്ചൊരു വ്യക്തമായിട്ട് അത് ശ്രദ്ധിക്കണം എന്ന് മാത്രമാണ് കേട്ടോ. പെൻഷൻ കിട്ടുന്നുണ്ടോ? എത്ര ശതമാനം? 45% ബുദ്ധിമുട്ടുള്ളത് അല്ലേ. അപ്പോൾ വേറെ വർക്ക് ചെയ്യാനും കാര്യമൊന്നും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ മാക്സിമം നിങ്ങൾ കൂടെ നിൽക്കാം, വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ എത്രയും പെട്ടെന്നുള്ള കല്യാണം നമുക്ക് നടത്തണം. ഓക്കെ, അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതേപോലെയുള്ള മറ്റൊരാളുടെ വിവാഹ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം.